ഉമ്മയോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുറഹീം നാളെ നാട്ടിൽ എത്തും എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നടപടിക്രമങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി എന്ന വിവരമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 20 വർഷമായി റിയാദിലെ ജയിലിലായിരുന്നു കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം ഇപ്പോൾ നാട്ടിലേക്ക് പുറപ്പെട്ടു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. റിയാദ് വിമാനത്താവളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഉടൻ നാളെ തന്നെ അബ്ദുറഹീം നാട്ടിൽ എത്തും. ഇന്ന് അർദ്ധരാത്രിയോടെ ഒരു പക്ഷേ ഇവിടുന്ന് കയറാൻ സാധ്യതയുണ്ട്. നാളെ അബ്ദുറഹീം നാട്ടിൽ എത്തും എന്ന വിവരമാണ് റിയാദിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 20 വർഷത്തെ ശിക്ഷാ കാലാവധി അവസാനിച്ചത് മെയ് 19-നാണ്. മോചന ഉത്തരവ് ലഭിച്ചത് അതോടൊപ്പം മോചന ഉത്തരവിൽ ഒപ്പുവെച്ചതും ഫൈനൽ എക്സിറ്റ് ലഭിച്ചതും ഒക്കെ കഴിഞ്ഞ ദിവസമാണ്. പെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുറഹീം നാട്ടിലെത്തുകയാണ്. ഉമ്മാന്റെ അടുത്ത് ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുറഹീം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. അബ്ദുറഹീം ഇതാ നാട്ടിലേക്ക് പോരുകയാണ്. അദ്ദേഹം എയർപോർട്ടിലാണുള്ളത്. നോക്കി നിങ്ങൾ, ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി നമ്മൾ കാലങ്ങളായിട്ട് കാത്തിരിക്കുക. അദ്ദേഹം പെരുന്നാൾ ദിനത്തില് അദ്ദേഹത്തിന്റെ വീട്ടിലെത്താണ്. അദ്ദേഹത്തിന്റെ ഉമ്മയോടൊപ്പം പെരുന്നാൾ കൂടുന്നതിന് വേണ്ടിയിട്ട് നാളെ അബ്ദുറഹീം നാട്ടിലെത്തും എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് വന്നത്. അത് എത്രയും പെട്ടെന്ന് കാണാൻ പഠിച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്തായാലും ആ സന്തോഷം നമുക്ക് മലയാളികൾക്കൊക്കെ വളരെ സന്തോഷമാണ്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലെ? നമുക്ക് ഏവർക്കും അറിയാം, ഒരു ചെറുപ്പക്കാരൻ കഴുമരത്തിലേക്ക് പോയപ്പോ നമ്മളെ മലയാളികൾ ഒത്തൊരുമിച്ച് നിന്നപ്പോ അവനെ ആ കഴുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരുപാട് പേര് രംഗത്തെത്തി അല്ലെ? പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാക്കി, പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഒരുമിച്ച് കൈകോർത്തപ്പോ കോടികളൊന്നും നമുക്കൊരു വിഷയമല്ലായിരുന്നു അല്ലെ? അങ്ങനെ ആ ചെറുപ്പക്കാരനെ ആ കഴുമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. 20 വർഷത്തെ അദ്ദേഹത്തെ ശിക്ഷ കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി വീട്ടിലേക്ക് വരികയാണ്. അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു അല്ലെ? സൗദി ആ ജയിലിൽ പോയിട്ട് അവന്റെ ഉമ്മ അവനെ കണ്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, ഉമ്മയും ജ്യേഷ്ഠനും ഒക്കെ സൗദിയിലേക്ക് പോയ സംഭവങ്ങളും അതിന് തുടർച്ചയായിട്ട് ഒരുപാട് കാലം മീഡിയകളിൽ ഒരുപാട് കാലം നിറഞ്ഞു നിന്നതാണ് അബ്ദുറഹീം. നോക്കി നിങ്ങൾ, എന്തായാലും അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം തോന്നിപ്പോവാണ്. എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അടുത്തെത്തിട്ട് നമുക്കൊക്കെ അബ്ദുറഹീമിനെ കാണാനുള്ള ഒരു പ്രത്യേക അബ്ദുറഹീം പെട്ടെന്ന് വരണം, കാണണം എന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും അത് നടക്കാൻ പോവാണ്. അപ്പൊ നാളെ വരെ മണിക്കൂറുകൾ മാത്രം ഇനി കാത്തിരുന്നാൽ മതി. അതിനു വേണ്ടിയിട്ട് ആ കുടുംബവും ഒപ്പം തന്നെ നാട്ടുകാരും മലയാളികളും നമ്മളൊക്കെ ഒരുമിച്ച് കാത്തിരിക്കുക ഈ സന്തോഷത്തിന്റെ ദിവസത്തിൽ, ഈ ബലിപെരുന്നാൾ ദിനത്തില്. അൽഹംദുലില്ലാഹ് എത്രയും പെട്ടെന്ന് അത് ആ മണിക്കൂറുകൾ മാത്രമുള്ളൂ. ഈ മണിക്കൂറുകൾ ആ കുടുംബത്തിന്, ആ ഉമ്മയ്ക്ക് തന്നെ നീക്കിയിട്ട് അങ്ങോട്ട് നീങ്ങുന്നുണ്ടാവില്ല. അബ്ദുറഹീമിന് നാട്ടിലേക്ക് വരുന്ന ആ സന്തോഷം. എന്തായാലും എയർപോർട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കയറി ഇവിടെ നാട്ടിലെത്തട്ടെ. അതിനുള്ള വഴികളൊക്കെ എത്രയും പെട്ടെന്ന് എളുപ്പമാവട്ടെ എന്ന് നമ്മളിപ്പോ പ്രാർത്ഥിക്കണം.